പ്രസംഗത്തിനിടെ സദസ്സിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന മറുപടി നൽകി മുഖ്യമന്ത്രി. കോന്നിയിൽ LDFന്റെ പൊതുസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന വിഷയം സംസാരിക്കുമ്പോഴാണ് സദസ്സിൽ നിന്നും ഒരാൾ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചത്. ഒരു ചോദ്യം എന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഇയാൾക്ക് മറുപടിയായി വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുകയായിരുന്നു. നാടിന്റെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിനാലാണ് നമ്മുടെ നാട്ടിലെ റോഡുകളാകെ നല്ല നിലയിലാക്കിയത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ കയ്യിൽ വേണ്ടത്ര കാശില്ല എന്നാണ് പ്രശ്നം. അത് ഖജനാവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പ്രസംഗിക്കവെയാണ് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ ശ്രമം നടന്നത്. മറുപടിക്ക് ശേഷം ചെറുപുഞ്ചിരിയോടെ മുഖ്യമന്ത്രി പ്രസംഗം തുടരുകയും ചെയ്തു. അടൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താൻ പൊൻതാമര പിള്ള. CPM നേതാവും മുൻ MLAയുമായ R. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയായ പൊൻതാമര പിള്ളയെ അനുനയിപ്പിക്കാനുള്ള പാർട്ടി ശ്രമം പാളി. 75 ലക്ഷത്തിന്റെ ക്രമക്കേട് തന്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പൊൻതാമര പിള്ള ആരോപിച്ചു. സംഭവത്തിൽ ഇതുവരെയും CPM ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. നടപടി ആവശ്യപ്പെട്ട് ഇന്നും ബാങ്കിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. തളിപ്പറമ്പിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിൻവാങ്ങി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ. CPIM വിമതരെ പിന്തുണയ്ക്കാനുള്ള UDFന്റെ തീരുമാനത്തിനെതിരെ മത്സരിക്കുമെന്നായിരുന്നു വിജിൽ നേരത്തെ പ്രഖ്യാപിച്ചത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രായോഗിക നിലപാടുകൾ സ്വീകരിക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. NDA സ്ഥാനാർത്ഥിയെ ട്രോളി നടി സ്നേഹ ശ്രീകുമാർ. കുട്ടിയെ ആരോ തോന്നിയതൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടെന്നും KSRTCയുടെ ഫുൾ ഫോം എങ്കിലും പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്നുമായിരുന്നു സ്നേഹ ശ്രീകുമാറിന്റെ പ്രതികരണം. ഫേസ്ബുക്കിലൂടെയായിരുന്നു താരം ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി ആതിര D. നായരെ പരിഹസിച്ചത്. മികച്ച വിദ്യാഭ്യാസവും KSRTC ബസിന്റെ പടികളുടെ വീതിയും കുറച്ചത് കേന്ദ്ര സർക്കാരാണെന്നായിരുന്നു ആതിരയുടെ പ്രസംഗം. ഇതിന്റെ വീഡിയോ ദൃശ്യ സഹിതമാണ് താരം പരിഹാസവുമായി എത്തിയത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ദിവസങ്ങളിൽ പാലക്കാട്, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.